അൺലിമിറ്റഡ് ആതിര. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി സെർലാക്ക്. നമുക്ക് ഈ പാക്കറ്റിലൊക്കെ കിട്ടുമല്ലോ ബേബി ഫുഡ്സ് വിച്ച് ആർ ഇൻസ്റ്റൻറ്റ്. അത് ഞാൻ സെർലാക്ക് അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് വൺസ് ദാറ്റ് ഐ ഹാവ് യൂസ്ഡ് ആൻഡ് ദ ഡോക്ടർ ടോൾഡ് മീ നോട്ട് ടു ഗിവ് ഇറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. അപ്പോൾ ഞാൻ വെൻ ഐ വാസ് സ്ക്രോളിംഗ് ത്രൂ ദ റീൽസ് ഞാൻ ഒരു പ്രാവശ്യം കണ്ടു വീട്ടിൽ തന്നെ നമുക്ക് സെർലാക്ക് ഉണ്ടാക്കാം, ആസ് ഇൻ ഗ്രെയിൻസും നട്ട്സും ഒക്കെ വെച്ചിട്ട്. സോ ഐ തോട്ട് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം ഐ ഷോ യു ഹൗ ക്വിക്ക്ലി ലൈക്ക് ഹൗ ടു മേക്ക് ഇറ്റ്. ഞാനിത് ഓൾറെഡി പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചു നോക്കിയാൽ വൈ നോട്ട് മേക്ക് ഇറ്റ് എ വ്ളോഗ് എന്നുള്ളത്. സോ ഐ ക്വിക്ക്ലി ഷോ യു വാട്ട് ആർ ദി ഇൻഗ്രീഡിയൻസ്. ഞാനെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പ്രൊപ്പോർഷനൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത്. സ്റ്റിൽ ഐ ക്വിക്ക്ലി ടെൽ യു ലൈക്ക് റഫ്ലി ഒരു ഹൗ ഇറ്റ് ഈസ് ഡൺ എന്നുള്ളത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഓൾസോ. സോ ഐ എം ജസ്റ്റ് ഗിവിങ് ഇറ്റ് എ ട്രൈ. ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല കേട്ടു. സോ സംതിങ് ദറ്റ് ഈസ് മെയ്ഡ് അറ്റ് ഹോം വിൽ ബി ഹെൽത്തിയർ for the baby. ഞാൻ വിചാരിച്ചിട്ട് I thought I will give it a try. So let's see how it goes and how to make it. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പുഹ അവില്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ബ്രൗൺ അവിലാണ്. അപ്പോൾ ഞാൻ ബ്രൗൺ അവിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എല്ലാം കൈ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യു ക്യാൻ സേ ഒരു 2 ടേബിൾ സ്പൂണാണ് എല്ലാം എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അവിൽ, 2 ടേബിൾ സ്പൂൺ ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉണ്ടായിരുന്നു വീട്ടിൽ, അത്, തുവർ ദാൽ 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മൂങ് ദാൽ, 2 ടേബിൾ സ്പൂൺ മസൂർ ദാൽ. മസൂർ ദാൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓറഞ്ച് കളർ ദാലാണ്. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ മിക്സ് ചെയ്തിരിക്കുക. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വിചാരിച്ചു ക്വിക്ക്ലി ആയിരുന്നു വ്ളോഗ് എന്നുള്ളത്. ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 to 8 minutes ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്നും ഓയിലോ ഗീയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഷോ യു ഹൗ ടു സ്റ്റാർട്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മഖാന, ലോട്ടസ് സീഡ്സ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി, പ്രൊപ്പോർഷനൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. അപ്പം ഞാൻ കുറച്ച് മഖാന ലോട്ടസ് സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്യൂ, കുറച്ച് ബദാം, കുറച്ച് പിസ്ത, കുറച്ച് വാൾനട്ട്. ഇത്രയാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൽ എടുത്തിരിക്കുന്നത്. റേസിൻസ് എനിക്ക് തോന്നുന്നു നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ റേസിൻസ് ഇത്തിരി ഒരു എന്താ പറയുക ഡ്രൈ അല്ലാത്തത് കൊണ്ട് ആ ഒരു പശപ്പ് വരും. അപ്പോൾ ഇത് നമ്മൾ പൗഡറായിട്ട് കണ്ടെയ്നറിന് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് വൈ ഞാൻ ഇതിൽ റേസിൻസ് ആഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതും സെയിം വേ വിതൗട്ട് ആഡിങ് ഗീ ഓർ ഓയിൽ 5 to 8 minutes ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മളിനി കൂളാവാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ അവിലും നമ്മുടെ എന്താ പറയുക ഓട്സ്, ദാൽ, ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. ഒരു 5 to 8 minutes ലോ ഫ്ലെയിമിൽ നല്ലോണം ഇതിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അടിയിൽ പിടിച്ച് കഴിയാൻ പാടില്ല കേട്ടോ. ഇതൊരു 5 to 8 minutes ലോ ഫ്ലെയിമിൽ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളിതാ നമ്മുടെ അവിലും ദാലുകളെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയിലിട്ട് അടിക്കാം. ഇതിൽ നമ്മൾ റാഗി പൗഡർ, എൻ്റെ കയ്യിൽ റോസ്റ്റഡ് റാഗി പൗഡറാണ് ഉള്ളത്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ റോസ്റ്റഡ് ഇല്ലെങ്കിൽ ഈ ദാലും ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യും, ഡ്രൈ റോസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് റാഗി പൗഡർ കൂടി ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പൗഡറാക്കി എടുക്കും. അതാണ് അടുത്ത പ്രോസസ്സ് കാണിച്ചത്. നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാൻ പോകണേ. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മഖാനയും ദാലും എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ ഈ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഇങ്ങനെ എല്ലാം കൂടി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് പൗഡർ ആക്കിയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സെർലാക്കിൻ്റെ പൗഡർ ഡ്രൈ റോസ്റ്റ് ചെയ്തത്. ഇനി അതിലേക്ക് നമ്മൾ 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ നമ്മുടെ ഫോർമുല മിൽക്കിൻ്റെ പൗഡർ. എൻ്റെ കുട്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്ടോജൻ സ്റ്റേജ് 3 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 3 സ്പൂൺസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ സെർലാക്ക് റെഡിയാണ്. അപ്പോൾ നിങ്ങളും എല്ലാവരും അഥവാ ഇങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് ഫുഡ്, കുറുക്കുകൾ അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാനൊരു
വർക്കിംഗ് മദറാണ്. സോ മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഓൾവേസ് ദിസ് ഇൻസ്റ്റൻറ്റ് എന്തെങ്കിലും സെർലാക്ക് പോലത്തെ കുറുക്കോ അല്ലെങ്കിൽ റാഗി മിക്സ് അങ്ങനത്തെയൊക്കെ. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സൈഡാണ്. 1 weekend just dry roast everything, make it a powder, add some 2 spoons of formula milk powder into it, and you're done with your homemade healthy Cerelac for your baby. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. I'll see you in my next vlog. Until then, bye.